ഉണ്ണിമൂന്തൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നത് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എഡ്സർ ബേബി പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അപ്പം അതിനൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്ന് പറഞ്ഞ പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി എന്നെ അന്ന് രാത്രി വിളിച്ച് പറഞ്ഞു, ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. അല്ല, ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ, നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ അതെ, ഫോണിൽ വിളിച്ചിട്ടാണ്. അതെ അതോട്ട് വരാൻ പറയാം. അല്ല, എനിക്ക് നരിവേട്ട സിനിമയുടെ പോസ്റ്റ് അത് നല്ല സിനിമയാണെന്ന് വിപിന്റെ അത് ഞാൻ വർക്ക് ചെയ്യുന്ന, അതെ അതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു പെയ്ഡ് മാനേജർ അല്ല. ഞാൻ PR കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് പറയുന്നത്. ഞാൻ 500 പേരും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിയാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞു, ഈ അടുത്ത് പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ്, അത് എൻ്റെ പ്രശ്നമല്ല. അല്ല, അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് വഴി അവർ പറയും. അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് കൂടുതൽ ഞാൻ FFKയിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഘടനയിലും പരാതി കൊടുത്തിട്ടുണ്ട്. അതെ 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 പാർക്കിങ്ങിലേക്ക്, ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുക. അതെ, എനിക്കറിയില്ല, ഉണ്ടാവും, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. എനിക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്ന് ഇൻഡിവേഷനൊക്കെ പോയായിരുന്നു. എന്തോ അവിടുന്ന് ഇൻഡിവേഷൻ പോയായിരുന്നു. പോയിട്ടുണ്ടാവും. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. നേരിട്ട് ഒന്ന് പരാതിപ്പെടുകയായിരുന്നു. ഈ മർദ്ദനം എങ്ങനെയാണ് മർദ്ദിച്ചത്? എന്തെങ്കിലും ആയുധം വെച്ചാണോ? അല്ല, ആയുധമൊന്നും ഇല്ലായിരുന്നു, അല്ലാതെ മർദ്ദിക്കായിരുന്നു. കൈകൊണ്ട്. അതെ അതെ, ഞാൻ പിന്നെ അത് എസ്കേപ്പായി മാറുമായിരുന്നു. താങ്കളൊരു കണ്ണടയൊക്കെ ചവിട്ടി പിടിക്കുന്നു. അതെ അതെ, ഏതാണ്? എൻ്റെ ഒരു കണ്ണടിയൊക്കെ ചവിട്ടി പിടിച്ചു. അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് തന്ന കണ്ണടി. ഏത് താരമാണത്? അത് ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പിന്നെ സംസാരിക്കാം. എനിക്ക് തീരെ വയ്യ. ഞാൻ രാവിലെ ഇറങ്ങിയാണ്.